Good morning, everyone. Today we begin a new lecture series. In this series of lectures, we look at the lessons from the text readings on Kerala. This is the course prescribed for the second semester UG students of University of Calicut. This is the common course A04 English readings on Kerala. In this series of lectures, I will be discussing all the lessons in the text, and we'll be going for a very detailed discussion of all the lessons. We'll be reading out the details of the authors. We will also read out the very text, and we will be discussing the questions and answers. Today we discuss the first lesson from readings on Kerala, and this lesson is by the great personality William Logan. William Logan is very important because of his contribution to the British government and also to the very people of India, especially the Kerala people, because he was here as a district collector, then sub-collector, joint magistrate and all. Let us just look at the biographical details from the very text. And one word about the very way we progress, we do the discussions. I'll be giving you commentaries in English and Malayalam. I'll be using more Malayalam because it would be very useful for ordinary students who are from Malayalam medium background. Now let's look at the very biographical details of William Logan. We have the English in the text, and I will just give you the Malayalam version of whatever is given in the text. William Logan was the collector of Malabar under the British administration and is remembered for his 1887 guide to the Malabar district, popularly known as Malabar Manual. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ എന്ന സ്കോട്ട്ലൻഡ്കാരനായ സാഹിബ് കൂടുതൽ അറിയപ്പെടുന്നത് 1887 പ്രസിദ്ധീകരിക്കപ്പെട്ട മലബാർ മാനുവൽ എന്ന ഗ്രന്ഥകർത്താവ് എന്നതിലാണ്. ഡേവിഡ് ലോഗൻ എന്ന കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് ഹേസ്റ്റിക്കും 1841 ആണ് പുത്രനായി വില്യം പിറന്നത്. ബർവിക്ക്ഷയർ എന്ന സ്ഥലത്ത് വളർന്ന വില്യം 1862 മദ്രാസ് സിവിൽ സർവീസ് വിജയിച്ച് ഇന്ത്യയിലേക്ക് വന്നു. തമിഴ്, തെലുങ്ക്, മലയാളം മുതലായ പ്രാദേശിക ഭാഷകൾ സ്വായത്തമാക്കിയ വില്യം ആദ്യം അസിസ്റ്റന്റ് കളക്ടറായും പിന്നീട് ആർക്കോട്ട് ജില്ലയിലെ ജോയിന്റ് മജിസ്ട്രേറ്റ് ആയും നിയമിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം വടക്കൻ മലബാറിൻ്റെ സബ് കളക്ടറായും ജോയിന്റ് മജിസ്ട്രേറ്റ് ആയും പ്രവർത്തിച്ചു. മലബാറിൻ്റെ വിവിധ പ്രത്യേകതകളെക്കുറിച്ച് വില്യം ലോഗൻ ഗവേഷണ പഠനങ്ങൾ നടത്തി. ഭൂമിയുടെ വിതരണത്തെക്കുറിച്ചും നികുതി സമ്പ്രദായത്തെക്കുറിച്ചും കാർഷിക കുടിയേറ്റ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം സമഗ്രമായ പഠനം നടത്തി. മദ്രാസ് ഗവൺമെൻറ് 1887 കമ്മീഷൻ ചെയ്ത മലബാർ മാനുവൽ 2 വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ മലബാറിൻ്റെ ഭൂമിശാസ്ത്രം, സസ്യലതാദികൾ, ജനങ്ങൾ, അവരുടെ സംസ്കാരം, മതം, ജാതി, ജോലി, ജീവിതരീതി, ഭാഷ, സാഹിത്യം, സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ മലബാർ മാനുവൽ സമഗ്രമായി ചർച്ച ചെയ്യുന്നു. പ്രോവിൻസ്, പീപ്പിൾ, ഹിസ്റ്ററി, ലാൻഡ് എന്ന 4 ഭാഗങ്ങളായാണ് മലബാർ മാനുവൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മലബാറിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തും ഇവിടെ താമസിച്ചിരുന്ന ജനങ്ങളോട് സംവദിച്ചും വില്യം ലോഗൻ കഠിന പ്രയത്നം ചെയ്തതിൻ്റെ ഫലമാണ് ഈ ഗ്രന്ഥം. ആദ്യ മലയാളം നോവൽ രചിച്ച ഒ ചന്തുമേനോൻ വില്യം ലോഗനോടൊപ്പം ജോലി ചെയ്തിരുന്നപ്പോൾ ഈ ഗ്രന്ഥം പൂർത്തീകരിക്കാൻ സഹായിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1498 കോഴിക്കോടിനടുത്ത് പന്തലായനി അഥവാ ഇപ്പോഴത്തെ കൊയിലാണ്ടിയിലാണ് വാസ്കോഡ ഗാമ കപ്പൽ അടുപ്പിച്ചത്.
യൂറോപ്പിൽ നിന്ന് കപ്പൽ മാർഗം കേരളത്തിൽ ആദ്യമായി എത്തിയ വാസ്കോ ഡ ഗാമയ്ക്ക് ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ കോളനി വ്യാപാരത്തിൻ്റെ അഥവാ കോളനിവൽക്കരണത്തിൻ്റെ തുടക്കം ഈ പോർച്ചുഗീസ് ആഗമനത്തോടെ ആണ്. 1505 മുതൽ 1961 വരെ നീളുന്നതാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് കാലഘട്ടം. വാസ്കോ ഡ ഗാമയുടെ കേരളത്തിലേക്കുള്ള യാത്രയുടെ വിവിധ ഘട്ടങ്ങളും സാമൂതിരി രാജാവുമായുള്ള കൂടിക്കാഴ്ചയുമാണ് മലബാർ മാനുവലിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ളത്. Now let us just look at the text. I will read some of the passages and I will be giving you commentaries in Malayalam. Text, passage number 1. Starting from Belem near Lisbon on the 25th of March 1497, Vasco da Gama's fleet consisted of 3 small vessels called the San Rafael, his own ship, 100 tons, the San Gabriel, his brother Polo da Gama's ship, 120 tons, and the San Miguel, commanded by Nicolas Coelho, 50 tons. Each ship carried 80 men, officers, seamen, and servants. ലിസ്ബൻ അടുത്തുള്ള ബേലം എന്ന സ്ഥലത്ത് നിന്ന് 1497 മാർച്ച് 25 വാസ്കോ ഡ ഗാമ 3 ചെറിയ പായക്കപ്പലുകളിലായി യാത്ര തിരിച്ചു. സാൻ റാഫേൽ എന്ന കപ്പൽ ഗാമയുടെ മേൽനോട്ടത്തിൽ 100 ടൺ ഭാരമുള്ള കപ്പൽ. സഹോദരൻ പൗലോ ഡെ ഗാമയുടെ 120 ടൺ ഭാരമുള്ള കപ്പൽ സാൻ ഗബ്രിയേൽ. മൂന്നാമത്തെ കപ്പൽ 50 ടൺ ഭാരമുള്ളത് സാൻ മിഗുവൽ നിക്കോളാസ് കോയിൽഹോ ഓടിച്ചു. ഓരോ കപ്പലിലും നാവികരും ഓഫീസർമാരും പട്ടാളക്കാരും ഭൃത്യജനങ്ങളുമായി 80 പേർ വീതം. After a voyage of nearly 5 months, the fleet arrived at St. Helena Bay, 18th August 1497. From that point, they stood out to the Cape on that tack. They stood out to sea for 1 month and then made for the land. Failing in weathering the Cape on the tack, they again stood out to sea for 2 months. And on making for the land, they found that they had weathered the Cape in November 1497. After entering 1 or 2 rivers east of the Cape, they left the coast, and on 8th December 1497, the squadron encountered a great storm and the crews rose in mutiny. The officers stood by their commander. The ringleaders were put in irons, and the ships went on their way, sighting the coast of Natal on Christmas Day. On 6th January 1498, the squadron entered the river of Marais dos Reis or do Cobre, and there were remained for a month, carrying the ships and breaking up the San Miguel, the crew of which was distributed between the other 2 ships. Coelho himself thereafter sailing with Vasco da Gama in the San Rafael. Leaving the place in February, they passed the banks of Sofala, and at the end of March, the expedition reached Mozambique. There they remained for about 20 days and left it on Sunday, 8th or 15th April. On 21st April, the squadron reached Mombasa, and on Sunday, 29th April, Melinde. ഏകദേശം 5 മാസത്തെ യാത്രയ്ക്ക് ശേഷം കപ്പലുകൾ സെൻറ്റ് ഹെലേനയിലെത്തി. 1497 ഓഗസ്റ്റ് 18 അവിടുന്ന് 1 മാസം പുറംകടലിൽ യാത്ര തുടർന്നു. കര കണ്ടെത്താൻ മുനമ്പ് ചുറ്റാൻ കഴിഞ്ഞില്ലെന്ന് കണ്ട് 2 മാസം വീണ്ടും കടലിൽ കറങ്ങി. കര കണ്ടപ്പോഴാണ് തങ്ങൾ മുനമ്പ് ചുറ്റിയെന്ന് അവർക്ക് മനസ്സിലായത്. 1497 നവംബറിൽ മുനമ്പിൻ്റെ കിഴക്കുമാറി 1-2 നദികളിൽ അലഞ്ഞതിന് ശേഷം വീണ്ടും പുറംകടലിലേക്ക് വെച്ചുപിടിച്ചു. ആ വർഷം ഡിസംബറിൽ ഗാമയുടെ കപ്പൽ വ്യൂഹം ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടു. കപ്പലിലുള്ളവർ കലാപവും നടത്തി. ഓഫീസർമാർ കമാൻഡറോട് കൂറുപുറത്തി. കലാപക്കാരെ ചങ്ങലക്കിട്ടു. കപ്പലുകൾ യാത്ര തുടർന്നു. ക്രിസ്മസ് ദിവസം നറ്റാൾ
ദക്ഷിണാഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. തീരം, നറ്റാൾ തീരം ദൃശ്യമായി. 1498 ജനുവരി 6 ഗാമയുടെ നാവിക വ്യൂഹം മെർസി നദിയിൽ ദ കോബ്രെ എന്ന നദിയാണ് അവിടെ പ്രവേശിച്ചു. ഒരു മാസം അവിടെ കിടന്ന് ഒരു പുനഃസംഘടനം നടത്തി. മിക്കവാറും തകർന്നു പോയിരുന്ന സാൻ മിഗുൽ ഉപേക്ഷിക്കുകയും അതിലുണ്ടായിരുന്നവരെ അവശേഷിച്ച 2 കപ്പലുകളിലായി മാറ്റുകയും ചെയ്തു. കൊയിലോ തുടർന്ന് യാത്ര ചെയ്തു. വാസ്കോഡ ഗാമയുടെ കൂടെയായിരുന്നു സാൻ റാഫേലിൽ. ഫെബ്രുവരിയിൽ യാത്ര പുനരാരംഭിച്ച അവർ സൊഫാല തീരം വഴി മാർച്ച് അവസാനം മൊസാംബിക്കിലെത്തി. അവിടെ 20 ദിവസം തങ്ങിയ ശേഷം ഏപ്രിൽ 8 15 അതൊരു ഞായറാഴ്ചയാണ്, വീണ്ടും അവർ യാത്ര തുടർന്നു. ഏപ്രിൽ 21 അവർ മൊംബാസയിലെത്തി. 29 ഞായറാഴ്ച മെലിന്ദിൽ വന്നു ചേർന്നു. Their stay at Melin extended to 3 months, for the moon of July was the beginning of the season for departure from Melind for India. മെലിന്തയിലെ താമസം 3 മാസം നീണ്ടു നിന്നു. കാരണം അവിടുന്ന് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടാനുള്ള സീസൺ തുടങ്ങുന്നത് ജൂലൈ മാസത്തിലെ വെളുത്ത വാവിൻ നാളായിരുന്നു. The king of Melinde most hospitably entertained the strangers and provided them with pilots with a broker to help them in their trade, and it was by his advice that the expedition eventually sailed for Calicut instead of for Camby, whither the broker wished to take them. മെലിന്തയിലെ രാജാവ് അപരിചിതരെ ഉപചാരപൂർവ്വം സൽക്കരിക്കുകയും അവരുടെ തുടർന്നുള്ള യാത്രയ്ക്കും വ്യാപാരത്തിനും വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. വഴികാട്ടികളായി പരിചയസമ്പന്നരായ ചില നാവികരെയും പഴക്കക്കാരായ വ്യാപാരികളെയും അവരുടെ കൂടെ അയച്ചു. അവരുടെ ഉപദേശം കപ്പലുകൾ കാംബോയ്ക്ക് തിരിച്ചുവിടാമെന്ന് ആയിരുന്നു. പകരം കോഴിക്കോട് ലക്ഷ്യം വെച്ച് ഗാമ തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിനൊത്ത് യാത്ര ചെയ്തു. Leaving Melinde on 6th August 1498, the 2 ships ran across with the southwest monsoon and sighted the coast of Malabar on 26th August. 1498 ഓഗസ്റ്റ് 6 മെലിന്ദ തീരം വിട്ട് ഗാമയും സംഘവും 20ാമത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 26 മലബാർ തീരം കണ്ടു. The pilots foretold that the first land to be seen would be a great mountain which is on the coast of India in the kingdom of Cananur, which the people of the country in their language call the mountain Delile, and they call it of the rat, and they call it Mount Delay, because in this mountain there were so many rats that they never could make a village there. കപ്പിത്താന്മാർ കാലേക്കൂട്ടി പറഞ്ഞിരുന്നു, ആദ്യം കണ്ണിൽപ്പെടുക ഒരു വലിയ മലയായിരിക്കും. അതാണ് ഇന്ത്യയുടെ കര. അത് കേനനൂർ അഥവാ കണ്ണൂർ രാജാധിപത്യത്തിന് കീഴിൽ വരും. അതിനെ തദ്ദേശീയർ അവരുടെ ഭാഷയിൽ ഡേലിയേലി മല എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാൻ കാരണം അവിടെ അത്രയധികം എലികളാണുള്ളത്. അങ്ങനെ അവർ അതിനെ മൗണ്ട് ഡേലി അഥവാ എലിമല എന്ന് വിളിക്കുന്നു. എലിമലയാണ് ഇപ്പോഴത്തെ ഏഴിമല. നമുക്ക് ഏഴിമല നാവിക അക്കാദമിയെല്ലാം അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. Running down the coast from Mount Delhi, the expedition passed Cananur without stopping, which town seems to have presented much the same appearance then as it does now, for it is described as a large town of thatched houses inside a bay. The ships continued running along the coast close to land, for the coast was clear without banks against which to take precautions, and the pilots gave orders to cast anchor in a place which made a sort of bay, because there commences the city of Calicut. This town is named Capt. മൗണ്ട് ഡേലിയിൽ നിന്നും ഗാമയും സംഘവും കപ്പലുകളെ കേനനൂരും കടത്തി തെക്കോട്ട് വിട്ടു. ഒരു ഉൾക്കടലിനുള്ളിൽ ഓലമേഞ്ഞ കുടിലുകളുടേതായ ഒരു വലിയ പട്ടണം. അങ്ങനെയാണ് അന്ന് ഗാമയും കൂട്ടരും കണ്ണൂരിനെ കൺകണ്ടതെങ്കിൽ ഇന്നും ലോഗൻ്റെ കാലത്തും നഗരം നൽകുന്ന ദൃശ്യം അതുതന്നെ. ഓരം ചേർന്ന കപ്പലുകൾ സഞ്ചാരം തുടർന്നു.
തടസ്സമില്ലാതെ നേർക്കുനേരെ കിടക്കുന്ന കടൽ തീരം. മണൽത്തിട്ടകളില്ലാത്തത് മൂലം കരുതലിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കുറെ ചെന്നപ്പോൾ ഒരു ചെറിയ ഉൾക്കടലിനടുത്ത് നങ്കൂരം വിടാൻ കപ്പിത്താൻ ഉത്തരവിട്ടു. കോഴിക്കോട്ട് നഗരം തുടങ്ങുന്നത് അവിടെ മുതൽക്കായിരുന്നു. കപ്പലുകൾ കരക്കടുപ്പിച്ച ഈ സ്ഥലത്തിൻ്റെ പേരത്രേ കാപ്പറ്റേക്ക്. കാപ്പറ്റേക്ക് എന്ന്, അല്ലെങ്കിൽ ക്യാപ്പോക്കാറ്റെ, CAPOCATE, ക്യാപ്പോക്കാറ്റെ എന്ന് നമ്മൾ വില്യം ലോഗൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഈ സ്ഥലമാണ് കാപ്പാട്. കാപ്പാട് അല്ലെങ്കിൽ കാപ്പാട് അങ്ങാടി എന്നൊക്കെയാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. Shortly afterwards, da Gama appears to have moved his ships a few miles to the northward and to have anchored them inside the mud bank lying off Pantalayani. അല്പം നാൾ അവിടെ തങ്ങിയ ശേഷം വാസ്കോഡ ഗാമ തൻ്റെ കപ്പലുകൾ കുറച്ച് നാഴികകൾ വടക്കോട്ട് നീക്കി പന്തലായനി, കൊല്ലത്തിനടുത്ത്. ഇപ്പോൾ നമ്മൾ പന്തലായനി എന്ന് പറയുമ്പോൾ ഓർക്കണം, പന്തലായനി ഇന്നത്തെ വർത്തമാനകാലത്തെ കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിക്കടുത്തൊരു കൊല്ലമുണ്ട്. ഇതെല്ലാം കോഴിക്കോട് ജില്ലയിലെ തന്നെ സ്ഥലങ്ങളാണ്. ഒരിക്കലും കൊല്ലം എന്നുള്ള നമ്മുടെ കേരളത്തിൻ്റെ തെക്കോട്ട് മാറിയുള്ള ജില്ലയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് തന്നെയുള്ള വിവിധ സ്ഥലങ്ങളാണ് പന്തലായനി, കൊല്ലം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പന്തലായനി അറിയപ്പെടുന്നത് കൊയിലാണ്ടി, ഇപ്പോഴത്തെ കൊയിലാണ്ടിയാണ് അന്നത്തെ പന്തലായനി. അപ്പോൾ വാസ്കോഡ ഗാമയും കൂട്ടുകാരും കൊയിലാണ്ടിയിൽ എത്തുന്നു. കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു കടൽ തുരുത്തിൽ അവർ അവിടെ കപ്പൽ നിർത്തുകയാണ്. The arrival of this Portuguese expedition aroused at once the greatest jealousy in the Moors or Mohammedans, who had the Red Sea and Persian Gulf trade with Europe in their hands, and they immediately began to intrigue with the authorities for the destruction of the expedition. അപ്പോൾ പെട്ടെന്ന് വെള്ളക്കാരായിട്ടുള്ള പോർച്ചുഗീസുകാരായിട്ടുള്ള ഒരു പറ്റം ആൾക്കാർ, വ്യാപാരികൾ അവിടെ നങ്കൂരമിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ യൂറോപ്യൻ നാടുകളുമായിട്ട് കച്ചവടം ചെയ്തിരുന്ന പേർഷ്യക്കാരായിട്ടുള്ള മുഹമ്മദൻസിന്, അല്ലെങ്കിൽ മൂർസ് എന്നാണ് അവർ വിളിക്കുന്നത്, മുഹമ്മദൻസ് പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്ന് ഇവിടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം ദേഷ്യവും ഉത്കണ്ഠയും ഉണ്ടായി. കാരണം തങ്ങളുടെ കുത്തക, വ്യാപാര കുത്തക മുഴുവനും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പോർച്ചുഗീസ് നാവിക സംഘത്തിൻ്റെ ആഗമനം മുഹമ്മദീയരെ വല്ലാതെ അസൂയപ്പെടുത്തി. അവർ പിന്നീട് ഈ പോർച്ചുഗീസുകാരെ എങ്ങനെയെങ്കിലും തടയാനായിട്ടുള്ള ശ്രമമാണ്. അതിനുവേണ്ടി അവർ സാമൂതിരിയുമായിട്ട് കുറേയെല്ലാം ഗൂഢാലോചനകളും അതുപോലുള്ള ഒത്തുതീർപ്പിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. There appeared to have been 3 persons in authority under Zamorin: the overseer of the treasury, the king's justice, and the chief officer of the palace guard. The first 2 of these were the first to be liberally bribed to obstruct the newcomers. ഇപ്പോൾ പോർച്ചുഗീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദീയർ എങ്ങനെ പോർച്ചുഗീസുകാരെ തടയാം എന്നതിനു വേണ്ടിയിട്ട് സാമൂതിരി രാജാവിൻ്റെ വലങ്കയായിട്ടുള്ള ഏറ്റവും അടുത്ത ഭരണാധികാരികളെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ പോർച്ചുഗീസ് കച്ചവട ആ സംഘത്തിൻ്റെ സാന്നിധ്യം അവരെ വല്ലാണ്ട് ഭീതിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ നവാഗതരായ പോർച്ചുഗീസുകാരെ തകർക്കാനായിട്ട് മുഹമ്മദൻസ്, പേർഷ്യക്കാരായിട്ടുള്ളവർ അധികാരികളുമായി എന്തെങ്കിലും ഒരു സന്ധിയിൽ ഏർപ്പെടാൻ പറ്റുമെന്നുള്ള തരത്തിലുള്ള ഉപജാപങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ സാമൂതിരിയുടെ കീഴിൽ അധികാരസ്ഥാനം വഹിച്ചിരുന്നവർ പ്രധാനമായിട്ടും 3 പേരാണ്. അപ്പോൾ അവർ ആരൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദി ഓവർസിയർ ഓഫ് ട്രഷറി, അപ്പോൾ സർക്കാർ ഭണ്ഡാരത്തിൻ്റെ അല്ലെങ്കിൽ ഖജനാവ് സൂക്ഷിപ്പുകാരനാണ് ഒരാൾ. പിന്നെ രാജാവിൻ്റെ നീതിപാലകൻ, ദാറ്റ് ഈസ് the chief officer of the king's justice, right? The king's justice, right? That is nammulla needipalagan. Then the chief officer of the palace guard,
നമ്മുടെ കാവൽ പടയുടെ അന്നത്തെ പടയാളികളുടെ എല്ലാം ഉള്ള മേലാളനാണ്. ഈ 3 പേരാണ്. അഥവാ നമ്മളെ ട്രഷറി, സർക്കാർ ഭണ്ഡാരത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, രാജാവിൻ്റെ നീതിപാലകൻ, കൊട്ടാരം കാവൽ പടയുടെ മേലാളൻ, ഇവരൊക്കെയാണ് സാമൂതിരി രാജാവിനോട് ഏറ്റവും അടുത്തുള്ളവർ. അപ്പോൾ ഇവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിൽ എത്തിയാൽ ഈ നവാഗതരായിട്ടുള്ള പോർച്ചുഗീസുകാരെ തടയാമെന്ന് മുഹമ്മദൻസ് ആയിട്ടുള്ള പേർഷ്യൻസ് ആയിട്ടുള്ള വ്യാപാരികൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവർ തങ്ങളുടെ ഉദ്ദേശ സാധ്യത്തിനായി മുസ്ലിം വ്യാപാരികൾ സാമുദ്രിയുമായിട്ട് ഒരുപാട് ഇടപാടുകൾ നടത്തുന്നുണ്ട്. Accordingly, when da Gama sent Nicolas Coelho on shore with a message to the Zamorin asking him to sanction trade, the authorities tried his temper by making him wait, thinking thus to cause a break with the Portuguese. But being warned by a Castilian whom they found in the palace, he exercised patience, and on declining to give his message to any but the king himself, he was at last admitted to an audience, and after some further delay, the king gave his sanction, written on a palm leaf, for opening trade. വ്യാപാരം നടത്തുന്നതിന് രാജാവിൻ്റെ അനുമതി നേടുവാനായി നിക്കോളാസ് കൊയിലോ കരയിലേക്ക് സാമുദ്രിയെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗാമയുടെ ദൂതനോട് കാത്തിരിക്കുവാൻ അവർ ആവശ്യപ്പെട്ടു. പോർച്ചുഗീസുകാരുമായി വഴക്ക് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഉരസിപ്പിരിയാൻ പറ്റിയ ഒരു ഉപായമായിരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയുണ്ടായി. എത്ര ദിവസം വേണമെങ്കിലും കാത്തിരിക്കാമെന്ന സമീപനമാണ് കൊയിലോ അതുപോലെ തന്നെ വാസ്കോഡ ഗാമയും തീരുമാനിച്ചത്. തനിക്ക് കൊടുക്കാനുള്ള സന്ദേശം സാമുദ്രിക്ക് നേരിട്ട് മുഖം കാണിച്ച് നേരിട്ട് ഏൽപ്പിച്ച് മടങ്ങൂ എന്ന് പോർച്ചുഗീസ് ഓഫീസർ വാശി പിടിപ്പിച്ചപ്പോൾ സാമുദ്രി കൂടിക്കാഴ്ച അനുവദിക്കുകയാണ്. സാമുദ്രി രാജാവ് കൊയിലോയെ സ്വീകരിക്കുന്നതിന് ഉപജാപകക്കാർ പിന്നെയും വിളംബപ്പെടുത്തി. ഒടുക്കം കൂടിക്കാഴ്ച നടന്നപ്പോൾ വ്യാപാരം ആരംഭിക്കാൻ പോർച്ചുഗീസുകാർക്ക് സാമുദ്രി ഒരു എഴുത്തോല കൊടുക്കുകയാണ്. അങ്ങനെ എഴുത്തോല വഴിയാണ് സാമുദ്രി പോർച്ചുഗീസുകാർക്ക് കച്ചവടം തുടങ്ങുവാനായിട്ട്, വ്യാപാരം തുടങ്ങുവാനായിട്ട് അനുമതി നൽകുന്നത്. Trade accordingly began, but the Portuguese were supplied with nothing in the way of goods but rubbish, and scantily even with that. They accepted it, however, in default of better stuff. But the jealousy of the Moors prevented them eventually from getting even this much. അവർ വ്യാപാരം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എഴുത്തോലയിൽ അനുവാദമൊക്കെ കിട്ടി. എന്നാൽ പുതുതായി വ്യാപാരത്തിന് വന്നവർക്ക് കാര്യമായിട്ടുള്ള ചരക്കുകളൊന്നും കിട്ടുകയുണ്ടായില്ല. വളരെ മെച്ചപ്പെട്ട വസ്തുക്കൾ ലഭ്യമല്ലാത്തതുകൊണ്ട് കിട്ടുന്നത് വാങ്ങി സംഭരിക്കുവാനായിട്ട് പോർച്ചുഗീസുകാർ തയ്യാറായി. അതുതന്നെ വളരെ മോശമായിട്ടുള്ള ചരക്കുകളായിരുന്നു. പിന്നീട് ഇത് മുഹമ്മദൻസിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. അപ്പോൾ അവർ വളരെയധികം മത്സര്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു. അപ്പം ആ മുഹമ്മദൻസിൻ്റെ ഇടപെടൽ കൊണ്ട് പോർച്ചുഗീസുകാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചരക്ക് പോലും കിട്ടാതെയായി. അങ്ങനെ വാസ്കോഡ ഗാമയും കൂട്ടുകാരും ഒക്കെ വീണ്ടും സങ്കടത്തിലാവുകയാണ്. ഡ ഗാമ അക്കോർഡിംഗ്ലി ഡിറ്റർമിൻ ടു വിസിറ്റ് ദ സാമോറിൻ ഇൻ പേഴ്സൺ. ആ ഒരു സന്ദിഗ്ധാവസ്ഥയിൽ, വിഷമഘട്ടത്തിൽ സാമൂതിരിനെ നേരിട്ട് കാണുവാൻ വാസ്കോഡി ഗാമ തന്നെ തീരുമാനിക്കുകയാണ്. ആൻഡ് ഡിമാൻഡഡ് ഹോസ്റ്റേജസ് ഫോർ ഹിസ് സേഫ് കണ്ടക്ട്. അപ്പോൾ അന്നൊക്കെ വിദേശീയരായിട്ടുള്ള വ്യാപാരികൾ വരുമ്പോൾ ഒരു നേരെ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഭയമുണ്ട്. ഒരുപക്ഷെ തദ്ദേശീയ രാജാവോ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള രാജാവിൻ്റെ കിങ്കരന്മാരോ ഭടന്മാരോ തങ്ങളുടെ ജീവിതം പോലും എടുത്തേക്കാം, തങ്ങളെ വധിച്ചേക്കാം. ആ ഒരു ഭയം കൊണ്ട് ഹോസ്റ്റേജസ്, ഇവിടെ നമ്മൾ ഹോസ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ പോർച്ചുഗീസുകാർ അവരുടെ ഒരു അംഗത്തെ
സാമൂതിരിക്ക് കൊടുക്കുമ്പോൾ സാമൂതിരിയുടെ രാജകൊട്ടാരത്തിൽ നിന്ന് മറ്റൊരംഗത്തെ, നമ്മളതിന് മലയാളത്തിൽ ആൾപണയം എന്ന് പറയും. ആൾപണയം അഥവാ നമുക്ക് ഹോസ്റ്റേജ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ വാസ്കോ ഡി ഗാമ നേരിട്ട് പോകുകയാണ് കാണാനായിട്ട്. അപ്പോൾ താൻ നേരിൽ തന്നെ സാമൂതിരിയെ മുഖം കാണിച്ച് വിഷമതകൾ ഉണർത്തിക്കാമെന്ന് ഗാമ നിശ്ചയിക്കുകയും സുരക്ഷിതമായി കരയിലേക്ക് വന്ന് മടങ്ങുന്നതിന് വേണ്ടി അന്നത്തെ പതിവനുസരിച്ച് ആൾപണയം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. By the Castilians' advice, the nephew of the king's justice was accepted as a sufficient hostage. അപ്പോൾ അന്ന് കൊട്ടാര നീതിപാലകൻ്റെ മരുമകനെ തടവുകാരനായി സ്വീകരിക്കുകയാണ്. വാസ്കോ ഡി ഗാമയും മറ്റ് പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കൊട്ടാരത്തിലെ നീതിപാലകൻ്റെ മരുമകനെ ഹോസ്റ്റേജായിട്ട് ആൾപണയമായിട്ട് സ്വീകരിക്കുകയാണ്. Intrigues were rife, however, and when da Gama made his first attempt to land, he found that the Zamorin had gone to a place at some distance, and the authorities were prepared to take da Gama thither by force if he landed. Again warned by the Castilian, da Gama sent messengers in front to ascertain if the king was really there to receive him, and on finding that he was not, da Gama without landing re-embarked. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് വായിച്ചു പോകുമ്പോൾ we come across something like warned by the Castilian. കാസ്റ്റീലിയൻ എന്ന് പറയുമ്പോൾ സ്പെയിനിൽ നിന്നുള്ള പൗരന്മാരെയാണ് നമ്മൾ കാസ്റ്റീലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, പോർച്ചുഗീസുകാർ ഇവിടെ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ വരുമ്പോൾ ഈ വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പറയുന്ന അനുസരിച്ച് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഒരു കാസ്റ്റീലിയൻ ഉണ്ടായിരുന്നു, അഥവാ ഒരു സ്പെയിൻകാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പെയിൻകാരനാണ് പോർച്ചുഗീസുകാർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തിരുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അഗെയിൻ warned by the Castilian, da Gama sent messengers in front to ascertain if the king was really there to receive him. അപ്പോൾ വാസ്കോ ഡി ഗാമ സാമൂതിരിയെ കാണുവാനായിട്ട് പോകുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് വാസ്കോ ഡി ഗാമ കരയ്ക്കിറങ്ങിയാൽ സാമൂതിരി ഉള്ളിടത്തേക്ക് ബലമായി അദ്ദേഹത്തെ അധികാരികൾ കൊണ്ടുപോകുമെന്നും വാസ്കോ ഡി ഗാമയ്ക്ക് മനസ്സിലാക്കി. ദൂതന്മാരെ അയച്ച് സാമൂതിരി കൊട്ടാരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ട് പോകാം എന്ന് പുറത്തു നിന്നുള്ള ഒരു വിശ്വാസ കേന്ദ്രം അഥവാ കാസ്റ്റീലിയൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. അതും നോക്കി അവസാനം വാസ്കോ ഡി ഗാമയെ എളുപ്പം പിന്തിപ്പിക്കാൻ പറ്റില്ലെന്ന് കണ്ട സാമൂതിരിയുടെ ആൾക്കാർ സാമൂതിരിയുമായി ഒരു കൂടിക്കാഴ്ച ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഇവിടെ നമുക്ക് ഒരു മീറ്റിംഗ് വാസ്കോ ഡി ഗാമയും സാമൂതിരിയും തമ്മിലൊരു, കാരണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാസ്കോ ഡി ഗാമ എന്തായാലും സാമൂതിരിയെ കണ്ടിട്ട് തന്നെയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് വ്യാപാരം നടക്കുകയുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തത്തിന് മുമ്പിൽ സാമൂതിരിയുടെ രാജഭടന്മാരും അദ്ദേഹത്തിൻ്റെ സേവകരും അദ്ദേഹത്തിന് സാമൂതിരിയെ കാണുവാനുള്ള ഒരു മീറ്റിംഗ്, ഒരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്യുകയാണ്. Finding that he was not to be outwitted, the authorities eventually arranged for an interview, sending a factor in front of him with the presents for the king. Da Gama ascertained that this time he was there and ready to receive him, and he proceeded to the interview accompanied by 12 men who were well dressed and of good appearance. ഇത്തവണ സാമൂതിരി കൊട്ടാരത്തിൽ ഉണ്ടാവുകയും തന്നെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് വാസ്കോ ഡി ഗാമ ഉറപ്പാക്കി. കൂടിക്കാഴ്ചയിൽ അനുഗമിക്കാൻ നന്നായി വസ്ത്രധാരണം ചെയ്തവരും കണ്ടാൽ കൊള്ളാവുന്നവരുമായ 12 പേരെ കൂടെ കൂട്ടി. സാമൂതിരിക്കുള്ള സമ്മാനങ്ങളുമായി ഒരു ദൂതനെ ഡ ഗാമ മുൻകൂട്ടി അയച്ചു. വാസ്കോ ഡി ഗാമ തന്നെ സന്ദർഭത്തിനൊത്ത് അണിഞ്ഞൊരുങ്ങിയിരുന്നു. കണങ്കാൽ വരെ എത്തുന്ന കപിലവർണ്ണത്തിലുള്ള സാറ്റിൻ തുണിയുടെ കസവ് വരകളിട്ട നീണ്ട മേലങ്കി. He himself was in a long cloak എന്ന് പറഞ്ഞ മേലങ്കി. He himself was in a long cloak coming down to his feet of tawny colored satin lined with smooth brocade
and underneath a short tunic of blue satin and white buskins, and on his head a cap with lappets of blue velvet, with a white feather fastened under a splendid medal, and a valuable enamel collar on his shoulders, and a rich sash with a handsome dagger. വാസ്കോ ഡി ഗാമ സാമൂതിരിനെ കാണാനായിട്ട് വരുന്നത് ഏറ്റവും മനോഹരവും ആകർഷണീയവുമായിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു മേക്ക് ഓവറിലാണ്, ഡ്രസ്സിലാണ്. അത് വളരെയധികം ഭംഗിയായി ഇവിടെ വിവരിച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. കണങ്കാൽ വരെ എത്തുന്ന കപിലവർണ്ണത്തിലുള്ള സാറ്റിൻ തുണിയുടെ കസവ് വരകളിട്ട നീണ്ട മേലങ്കി, അതിനിടയിൽ സാറ്റിൻ തുണിയുടെ കുപ്പായം, കഴുത്തിൽ വെളുത്ത ഉറുമാൽ, തലയിൽ നീല സാറ്റിൻ കിന്നരി വെച്ച തൊപ്പി, പളവള മിന്നുന്ന മെഡലുകൾക്ക് മുകളിൽ ഒരു വെളുത്ത തൂവൽ, തോളത്ത് വില പിടിച്ച ഇനാമൽ കൊണ്ടുള്ള കോളർ, മനോഹരമായ ഒരു കടാര തൂക്കിയിട്ട അരപ്പട്ട. അപ്പോൾ ഇത്രയും വളരെ അധികം ഗാംഭീര്യമുള്ള മനോഹരമായ ഒരു വേഷത്തോടു കൂടിയാണ് വാസ്കോ ഡി ഗാമ സാമൂതിരിയെ കാണാനായിട്ട് പോകുന്നത്. ദി അപ്പിയറൻസ് ഓഫ് ദ കിങ്. അപ്പോൾ ഇനി നമ്മൾ സാമൂതിരിയെ ആണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. വില്യം ലോഗൻ സാമൂതിരിയെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. The appearance of the king at this interview is thus described. The king was sitting in his chair, which the factor who had preceded Vasco da Gama with the presents had got him to sit upon. വാസ്കോ ഡ ഗാമ ഇവിടെ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ദൂതനെ മുമ്പിൽ അയച്ചിരുന്നു. അപ്പോൾ സമ്മാനങ്ങളുമായിട്ട് ദൂതനെ അയച്ചിരുന്നല്ലോ. ആ ദൂതൻ സാമൂതിരിയുടെ തൊട്ടടുത്ത് തന്നെ വാസ്കോ ഡി ഗാമ വരുമ്പോൾ ഇരിപ്പുണ്ട്. He was a very dark man. That is സാമൂതിരി. സാമൂതിരിനെയാണ് ഇവിടെ വിവരിക്കുന്നത്. സാമൂതിരി was a dark man, half naked and clothed with white clothes from the middle to the knees. One of these clothes ended in a long point on which were threaded several gold rings with large rubies, which made a great show. അപ്പോൾ സാമൂതിരിയെ ഇങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അദ്ദേഹം രാജാവ് ഒരു കറുപ്പ് നിറമുള്ള വ്യക്തിയായിരുന്നു. അർദ്ധനഗ്നനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ വെള്ള വസ്ത്രങ്ങൾ ഉടുത്തിരുന്നു. നെഞ്ചിന് താഴെ മുതൽ കാൽമുട്ട് വരെയുള്ള മേൽവസ്ത്രത്തിന് കരയിട്ടുകൊണ്ട് വലിയ മാണിക്യക്കല്ലുകൾ പതിച്ച സ്വർണ്ണവളയങ്ങൾ രാജാവിൻ്റെ പ്രതാപം വിളിച്ചറിയിക്കുന്നു. Okay, he had on his left arm a bracelet above the elbow, which seemed like 3 rings together, the middle one larger than the others, all studded with rich jewels, particularly the middle one, which bore large stones which could not fail to be of very great value. From this middle ring hung a pendant stone which glittered. It was a diamond of the thickness of a thumb. It seemed a priceless thing. Round his neck was a string of pearls about the size of hazelnuts. The string took 2 turns and reached to his middle. Above it he wore a thin round gold chain which bore a jewel of the form of a heart surrounded with large pearls and all full of rubies. In the middle was a green stone of the size of a large bean, which from its showiness was of great price, which was called an emerald. And according to the information which the Castilian afterwards gave the captain major of this jewel, and of that which was in the bracelet of his arm, and of another pearl which the king wore suspended in his hair, they were all 3 belongings to the ancient treasury of the kings of Calicut. അപ്പോൾ സാമൂതിരിയുടെ വിവിധ ആഭരണങ്ങളെക്കുറിച്ചും അദ്ദേഹം ധരിച്ചിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആഭരണങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈത്തണ്ടയിൽ മുട്ടിന് മേലായി മുരിപ്പിയൻ തങ്കവള, സ്വർണത്തിൻ്റെ വളയാണ്. 3 കുട്ടിക്കാപ്പുകൾ ഒന്നിച്ചേർത്ത് പണിത ഈ ബ്രേസ്ലെറ്റിൻ്റെ നടുവിലുള്ള 2 വശങ്ങളിലും
വലിയ രത്നക്കല്ലുകൾ പതിച്ചതാണ്. വിലപിടിപ്പുള്ള രത്നക്കല്ലുകളാണെന്ന് കണ്ടാൽ മനസ്സിലാകും. നടുവിലത്തെ ആ ഒരു കണ്ണഞ്ചിക്കുന്ന മാണിക്യക്കല്ലിൻ്റെ അതൊരു ഒരു പതക്കമാണ്. അതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കൈവിരൽ ചുണ്ടിൻ്റെ വലിപ്പം വരുന്ന ഈ അമൂല്യ രത്നത്തിന് വില നിർണ്ണയിക്കാൻ പ്രയാസം വരും. അത് വളരെ വിലപിടിപ്പുള്ളതാണ്. പല ഇഴകളിലുള്ള മുത്തുമാലകളുടെ ഒരു മടക്ക് കഴുത്തിൽ കണ്ടാഭരണമായി ഇങ്ങനെ കിടപ്പുണ്ട്. ഒരുപാട് ആഭരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാണാം. കൈകാലുകളിലും കഴുത്തിലും തൊപ്പിയും കിരീടവും എല്ലാമുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. The king had long hair, all gathered up and tied on the top of his head with a knot made in it, and round the end of the string a pendant pearl shaped and larger than the rest, which seemed a thing of great value. His ears were pierced with large holes, with many gold earrings of round beads. Close to the king stood a boy, his servant, his page. With a silk cloth round him, he held a red shield with a border of gold and jewels, and a boss in the center of a span's breadth of the same materials, and the rings inside for the arms were of gold. Also a short drawn sword of an ell's length, round at the point, with a hilt of gold and jewelry, with a pendant pearls. On the other side stood another page, who held a gold cup with a wide rim, into which the king spat. And at the side of his chair was his chief Brahmin, who gave him from time to time a green leaf closely folded with other things inside it, which the king ate and spat into the cup. അപ്പോൾ പല നിറങ്ങളിലുള്ള മാണിക്യക്കല്ലുകൾ കൊണ്ടുള്ള ഒരുപാട് വിലമതിക്കാനാകാത്ത വൈഡൂര്യവും അതുപോലെ രത്നവും എല്ലാം വെച്ച വലിയ ഒരുപാട് ആഭരണങ്ങൾ നമ്മളുടെ സാമൂതിരിയുടെ ദേഹത്ത്, കഴുത്തിലും കൈത്തണ്ടയിലും മുടിയിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആഭരണങ്ങളെല്ലാം ധാരാളം അമൂല്യ രത്നങ്ങളെല്ലാം ഉണ്ട്. ഈ ആഭരണങ്ങളും വളരെ വിലപിടിപ്പുള്ള രത്നക്കല്ലുകളും എല്ലാം വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് സാമൂതിരി രാജകുടുംബത്തിൻ്റെ നിധിയിൽ അഥവാ രാജകുടുംബത്തിൻ്റെ ഖജനാവിലും അതുപോലെ അവരുടെ നിധി ശേഖരണത്തിലുമെല്ലാം പെട്ടതാണെന്ന് അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാർ വാസ്കോ ഡി ഗാമയോടും ഒക്കെ പറയുകയുണ്ടായി. അപ്പോൾ അത് പ്രത്യേക അവസരങ്ങളിൽ അന്നന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് രാജാക്കന്മാർ അഥവാ സാമൂതിരി രാജാക്കന്മാർ അന്നന്ന് അവർക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുത്ത് അവർ ധരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ രാജാവിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ധാരാളം വളർന്ന മുടിയുണ്ട്. നല്ല കറുത്ത തലമുടി അത് ഒരു വശത്തേക്ക് കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ അദ്ദേഹത്തിൻ്റെ മുടിക്കെട്ടുവിനെ മുത്തുമാലകൾ കൊണ്ട് ചുറ്റി അലങ്കരിച്ചിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ധാരാളം ഇഴകളായിട്ട് മുത്തുമാലകൾ ഉണ്ട്. ഈ മാലകളുടെയെല്ലാം അറ്റത്ത് വൈഡൂര്യത്തിൻ്റെ ലോക്കറ്റ് അല്ലെങ്കിൽ പതക്കം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കാതുകൾ രണ്ടും തുളച്ചിട്ടുണ്ട്. കാതുകളിൽ ആഭരണങ്ങൾ സ്വർണ്ണ ഗോളങ്ങളായിട്ടുള്ള കർണാഭരണങ്ങൾ ഞാന്നു കിടക്കുകയാണ്. രാജാവിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരുപാട് പരിചാരകന്മാരെ കാണാം. പ്രധാനമായിട്ടും ഒരു കൊച്ചു പയ്യനുണ്ട്, ഒരു കൊച്ചൻ, അദ്ദേഹത്തിൻ്റെ സെർവൻ്റാണ്. അദ്ദേഹം സ്വർണം പതിച്ച സ്വർണ്ണമുത്തുകൾ പതിച്ചിട്ടുള്ള ഒരു വിശറി ഇങ്ങനെ വീശുന്നുണ്ട്. അപ്പോൾ വെഞ്ചാമരം ഒക്കെ വീശുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം രാജാക്കന്മാരെ. അപ്പോൾ ഇവിടെ സ്വർണം കൊണ്ട് തീർത്ത ഒരു ഒരു വിശറിയാണ് ഈ പയ്യൻ വീശിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം മറ്റു വശത്ത് ഒരു വാളുമായിട്ട് മറ്റൊരു അംഗരക്ഷകൻ നിൽക്കുന്നുണ്ട്. ഈ വാളിൻ്റെ രൂപം തന്നെ, വാളും അതിൻ്റെ പിടിയും ഒക്കെ സ്വർണത്തിൽ തന്നെ തീർത്തതാണ്. അത് മാത്രമല്ല
ഈ പിടിയിലെല്ലാം രത്നങ്ങൾ പതിച്ചതുമാണ്. അപ്പോൾ അത്രയ്ക്കും വിലപിടിപ്പുള്ള സ്വർണ്ണവാളും വാൾ ഉറയും ഒക്കെ പിടിച്ച അംഗരക്ഷകരാണ് സാമൂതിരിയുടെ ഇരുവശങ്ങളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വാസ്കോഡ ഗാമയ്ക്കും കൂട്ടുകാർക്കും കാണുമ്പോൾ എത്രമാത്രം ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു പദവിയിലുള്ള ഒരു രാജാവാണ് കോഴിക്കോട് രാജാവ്, സാമൂതിരി രാജാവ് എന്ന് മനസ്സിലാകും. അപ്പോൾ വീണ്ടും വലിയ ഒരു സ്വർണത്തിൽ പണിത ഒരു കോളാമ്പിയായിട്ട് മറ്റൊരു പരിചാരകൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ ഈ സിംഹാസനത്തിന് തൊട്ടടുത്ത് വേറൊരു പരിചാരകൻ സ്വർണ്ണക്കോളാമ്പിയുമായി നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരു പരിചാരകൻ അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവാകാം. അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണാണ്, ബ്രാഹ്മണ ഉന്നത കുല ജാതനായിട്ടുള്ള ബ്രാഹ്മണായിട്ടുള്ള ഒരു ഉപദേഷ്ടാവ്. ഇടയ്ക്കിടയ്ക്ക് മുറുക്കാൻ നമുക്കറിയാം, ഇവിടെ വില്യം ലോഗൻ ഒരു പച്ച ഇല എന്ന് പറയുന്നുണ്ട്, അത് വെറ്റിലയാണ്. വെറ്റിലയിൽ ചുണ്ണാമ്പൊക്കെ പുരട്ടി, വെറ്റിലയും ചുണ്ണാമ്പും അടയ്ക്കായും ഒക്കെ കൂട്ടി അദ്ദേഹത്തിന് താമ്പോലം മുറുക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം സാമൂതിരി ഇത് ചവച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വായിൽ നിന്നും അദ്ദേഹം സ്വർണ്ണക്കോളാമ്പിയിലേക്ക് തുപ്പുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ വാസ്കോഡ ഗാമയും കൂട്ടരും സാമൂതിരി കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന രംഗം. നമുക്ക് മുമ്പോട്ട് പോകാം. അദ്ദേഹത്തിന് സാമൂതിരി ആയിട്ടുള്ള കാഴ്ച, അതിനുശേഷം വാസ്കോഡ ഗാമ എന്താണ് അദ്ദേഹത്തിന് അന്ന് തോന്നിയ അനുഭവങ്ങൾ, കാര്യങ്ങളെല്ലാം വില്യം ലോഗൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് വായിച്ചു കേൾക്കാം. Vasco da Gama, on reaching the king's presence, made profound salutations, and the king, bowing his head and his body a little, extended his right hand and arm, and with the points of his fingers touched the right hand of the captain major and bade him sit down the dais upon which he was. But da Gama declined the honor and remained standing during the interview, in which he pressed for freedom to trade in the produce of the kingdom, explaining what he could give in return. അപ്പോൾ വളരെ സ്നേഹപൂർവം വാസ്കോഡ ഗാമയെ സ്വീകരിക്കുന്ന സാമൂതിരി, രാജസന്നിധിയിൽ വാസ്കോഡ ഗാമ വളരെ ബഹുമാനത്തോടുകൂടി താണ് വണങ്ങി അദ്ദേഹത്തിനെ ഉപചാരം ചെയ്യുകയാണ്. രാജാവും അതുപോലെ തന്നെ തൻ്റെ ശിരസ്സും ശരീരവും അല്പമൊന്ന് കുനിച്ച് പ്രത്യുപചാരം ചെയ്തു. വിരൽത്തുമ്പ് കൊണ്ട് വാസ്കോഡ ഗാമയുടെ മേജറിൻ്റെ വലത് കൈത്തലം സ്പർശിക്കുകയും ചെയ്യുകയാണ്, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലെ. എന്നിട്ട് രാജാവ് ഇരുന്നിരുന്ന ആ മഞ്ചത്തിന് അഭിമുഖമായി ഒരു ഭാഗത്ത് വാസ്കോഡ ഗാമയോടും കൂട്ടരോടും ഇരിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ വാസ്കോഡ ഗാമ വളരെ വിനീതനായി നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ രാജാവിൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വ്യാപാരം ചെയ്യാനുള്ള അനുമതി നൽകണമെന്ന് വാസ്കോഡ ഗാമ സാമൂതിരിയോട് അപേക്ഷിക്കുകയാണ്. അതിന് പകരമായിട്ട് എന്തെല്ലാം വസ്തുക്കൾ രാജാവിന് കൊടുക്കാൻ കഴിയും, അതുപോലെ രാജാവിൻ്റെ അഥവാ സാമൂതിരിക്ക് അല്ലെങ്കിൽ കോഴിക്കോടുള്ള സാമൂതിരിയുടെ വ്യാപാരികൾ കൊടുക്കാൻ കഴിയുമെന്നെല്ലാം വാസ്കോഡ ഗാമ സാമൂതിരിയോട് പറയുകയുണ്ടായി. Let us right now move forward. The interview would probably have had the desired result, but the Moors had meanwhile been busy bribing the chief officer of the palace guard, an official of great power, for if anyone entered where the king dwelt without his leave, immediately he would order his head to be cut off at the door of the palace without asking the king's pleasure. To him then the Moors resorted in their alarm, and fresh dangers immediately beset da Gama. അപ്പോൾ വാസ്കോഡ ഗാമയ്ക്ക് സാമൂതിരിനെ കാണാൻ കഴിഞ്ഞെങ്കിലും വാസ്കോഡ ഗാമയുടെയും പോർച്ചുഗീസുകാരുടെയും ഈ ആഗമനത്തിൽ അസൂയാലുക്കളായിട്ടുള്ള പേർഷ്യൻസ്, മുഹമ്മദൻസ് എന്തെങ്കിലും ഒരു ഇടപാട് നടത്തി അവരെ തിരിച്ചുവിടുക, അല്ലെങ്കിൽ അവരുടെ വ്യാപാരത്തിന് തടസ്സം നിൽക്കാനായിട്ട് നമ്മളുടെ സാമൂതിരിയുടെ കിങ്കരന്മാരെ എല്ലാം കൈക്കൂലി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സാമൂതിരിയുമായുള്ള വാസ്കോഡ ഗാമയുടെ ഒരു കൂടിക്കാഴ്ച ഉദ്ദേശിച്ച ഫലം ഉണ്ടാക്കിയില്ലെങ്കിൽ
ഉണ്ടാക്കിയില്ല. അതിന് പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ മുഹമ്മദൻസ് ആയിരുന്നു. അവർ സാമൂതിരിയുടെ സർവ സേനാധിപനെ അഥവാ സേനയുടെ തലവനെ കൈക്കൂലി കൊടുത്ത് വശത്താക്കുകയാണ് ചെയ്യുന്നത്. The Portuguese had been allowed to erect a factory on shore for trading purposes, and Gama was at this factory after his interview with the king. When the chief officer of the palace guard arrived there with a palanquin to conduct Da Gama, as he said, to a second interview, encouraged by the seemingly satisfactory result of the first interview, Da Gama appears to have been of his guard for the time, and accompanied by 8 of his men carrying sticks, their arms having prudently been left behind, he was borne off in a palanquin. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, മുഹമ്മദൻസ് പേർഷ്യൻസ് സേനാതലവനെ കൈക്കൂലി കൊടുത്ത് വശത്താക്കുകയുണ്ടായി. സർവാധികാരിക്കാർ സർവശക്തനായിരുന്നു. അനുവാദമില്ലാതെ സന്നിധാനത്തിലേക്ക് ആരെങ്കിലും കടന്നു ചെന്നാൽ രാജാവിൻ്റെ ഇംഗിതമറിയാതെ ആര് കടന്നു വന്നാലും അവരുടെ ശിരച്ഛേദം നടത്താൻ സർവാധികാരിക്കാർക്ക് അഥവാ ചീഫ് ഓഫീസർക്ക് അനുവാദമുണ്ട്, അധികാരമുണ്ട്. അപ്പം നമ്മൾ ഇതിനെല്ലാം നേരിട്ട് വാസ്കോ ഡി ഗാമ അവിടെ സാമൂതിരിനെ കാണുകയും കച്ചവടം നടത്താനായിട്ട് കരയിൽ ഒരു ഫാക്ടറി അഥവാ ഒരു വ്യാപാരശാല നടത്തുവാൻ ആരംഭിക്കാനായിട്ട് വ്യാപാരശാല കെട്ടാൻ നിർമ്മിക്കുവാൻ വേണ്ട അനുവാദം പോർച്ചുഗീസുകാർക്ക് അഥവാ വാസ്കോ ഡി ഗാമയ്ക്ക് അനുവാദം കിട്ടി. പിന്നെ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് വാസ്കോ ഡി ഗാമ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ രണ്ടാമതൊരു കൂടിക്കാഴ്ചയ്ക്ക് രാജാവ് വിളിക്കുന്നുണ്ടെന്ന വ്യാജേന സർവാധികാരിക്കാർ ആളും പല്ലക്കുമായി വന്നപ്പോൾ വാസ്കോ ഡി ഗാമ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. അപ്പം വീണ്ടും സാമൂതിരി കാണാൻ അനുവദിക്കുന്നുണ്ട്, ശരിക്കും അങ്ങനെ അനുവദിക്കുന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും വാസ്കോ ഡി ഗാമയെ, ഇപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി മുഹമ്മദൻസ് കൈക്കൂലി കൊടുക്കുകയുണ്ടായി എന്ന്, ഈ സാമൂതിരിയുടെ സർവാധികാരി കൊട്ടാരത്തിലെ സേനയുടെ തലവന്. അപ്പം എങ്ങനെയെങ്കിലും വാസ്കോ ഡി ഗാമയെ കൊല്ലാനോ അല്ലെങ്കിൽ വാസ്കോ ഡി ഗാമയുടെ കൂടെയുള്ള ആൾക്കാരെ തിരിച്ചുവിടാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം വാസ്കോ ഡി ഗാമയും കൂട്ടരെയും കൊണ്ടുപോകാനായിട്ട് ഈ സർവാധികാരിക്കാർ അഥവാ ഭടന്മാരുടെ നേതാവ് ആളും പല്ലക്കുമായി വാസ്കോ ഡി ഗാമയെ കാണാൻ വരുമ്പോൾ അദ്ദേഹം അവിടെ തീർത്ത ഒരു ഫാക്ടറി തീർത്തെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു വ്യാപാരശാല അവിടെ പണിതെന്ന് പറഞ്ഞല്ലോ പോർച്ചുഗീസുകാർ. ആ വ്യാപാരശാലയിൽ നമ്മളുടെ പോർച്ചുഗീസുകാരൻ ഉണ്ടായിരുന്നു, അഥവാ വാസ്കോ ഡി ഗാമ ഉണ്ടായിരുന്നു. അപ്പം ഒന്നാമത്തെ കൂടിക്കാഴ്ച വളരെ നല്ല രീതിയിലുള്ള ആയതുകൊണ്ട് ഒട്ടും സംശയിക്കാതെ വാസ്കോ ഡി ഗാമ ഈ വന്ന ഭടന്മാരുടെ കൂടെ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ഈ ഒരു വരവിൻ്റെ, ഈ രണ്ടാമത്തെ പല്ലക്കുമായിട്ടുള്ള വരവിൻ്റെ ലക്ഷ്യം തെറ്റായിട്ടുള്ളതാണ്. വാസ്കോ ഡി ഗാമയെ എങ്ങനെയെങ്കിലും വധിക്കുക, അത് കൈക്കൂലി കൊടുത്തിട്ട് മുഹമ്മദൻസ് സാമൂതിരിയുടെ ചീഫ് ഓഫീസറെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പം അത് തെറ്റിദ്ധരിക്കാതെ വാസ്കോ ഡി ഗാമ വന്ന ഭടന്മാരുടെ കൂടെ പല്ലക്കിൽ കയറി പോവുകയാണ്. അപ്പം ഒന്നാമത്തെ കൂടിക്കാഴ്ച വളരെ പോസിറ്റീവ് ആയിരുന്നതിനാൽ അപ്പം 8 രക്ഷാഭടന്മാരെ കയ്യിൽ വടികളല്ലാതെ മറ്റ് ആയുധങ്ങളൊന്നുമില്ലാതെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞതും വാസ്കോ ഡി ഗാമയ്ക്ക് പല്ലക്കിൽ കയറുന്നതിന് ആത്മധൈര്യം കിട്ടി. അപ്പം ആ ഒരു രണ്ടാമതായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോൾ വാസ്കോ ഡി ഗാമയുടെ കൂടെ 8 പേരെ കൂട്ടാനായിട്ട് അനുവദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പല്ലക്കിൽ കയറുകയാണ്. They journeyed leisurely till nightfall and were lodged all together in a house in the middle of other houses, having for food boiled rice and boiled fish and a jar of water. Next morning the doors of their houses were opened very late, and only those who wished to go out for offices of nature were permitted to do so. Thus they remained a day and another night. അപ്പോൾ വാസ്കോ ഡി ഗാമയും കൂട്ടരും ഈ രണ്ടാമതൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. അവർ രാത്രി ആവുന്നതുവരെ യാത്ര ചെയ്തു.
ഒരു വീട്ടിലെത്തി. അവിടെ അവരെല്ലാവരും മീനും വേവിച്ച മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. രാത്രിയിൽ വെള്ളമൊക്കെ കുടിച്ച് അവർ കിടന്നുറങ്ങി. പിന്നീട് അവർ പിറ്റേ പകലും അവർ ആ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ വാസ്കോ ഡ ഗാമയെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും ആ വീട്ടിൽ തന്നെ അവർ അടച്ചിടുകയാണ് ചെയ്യുന്നത്. Thus they remained a day and another night. On the next day they were taken among the thickets until about midday, stifled with the great heat of the sun, and then they reached the banks of a river, where they were put into 2 Indian boats and so went on. The boat with da Gama went ahead and reached some houses where rice was cooked and offered to them. The other boat with 5 men in it remained behind, and at night they were landed and put into another house. അപ്പം അവർ പിന്നീട് അവിടെ നിന്നും അടുത്ത ദിവസം കാട്ടിലൂടെ തന്നെയാണിത് ഇവിടെ വായിക്കുന്ന മനസ്സിലാവും. കാട്ടിലൂടെ കുറ്റിച്ചെടികളുടെയും കാടെല്ലാം നിറഞ്ഞ കാട്ടുവഴിയിലൂടെ നടന്നൊരു പുഴയുടെ അരികിൽ എത്തുകയാണ്. അവിടുന്ന് 2 തോണികളിലായി അവർ പകൽ മുഴുവൻ യാത്ര ചെയ്ത് വേറൊരു വീട്ടിൽ എത്തുകയാണ്. അങ്ങനെ അവർ മറ്റൊരു വീട്ടിൽ ചെന്നു. ആ വീട്ടിലും അവർക്ക് ചോറും കറിയും ഒക്കെ കിട്ടി. അവർ പാതിരാത്രി ആയപ്പോൾ വാസ്കോ ഡ ഗാമയെ സാമൂതിരിയുടെ സേനാധിപൻ വന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തിന് അതുപോലെ തന്നെ സാമൂതിരിയുടെ അടുത്തേക്ക് പോകുവാനായിട്ട് ഒരു ദ്വിഭാഷിയെയും കൂടെ കിട്ടുകയുണ്ടായി. അവർ അങ്ങനെ സാമൂതിരിയെ രണ്ടാമത് കാണാനായിട്ട് വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. Now let us just go to the questions of this lesson. We will look at the questions and we will discuss the questions and answers. So the first question is, Vasco da Gama started his journey from Lisbon on, okay, we have to give the date here. Vasco da Gama started his journey from Lisbon on 25th March 1497. Okay, the answer is 25th March 1497. Second question, what was the name of Vasco da Gama's fleet? Vasco da Gama's fleet consisted of 3 small vessels called the San Rafael, the San Gabriel, and the San Miguel. Okay, these are the 3 ships of Vasco da Gama. You have to mention 3 names. Vasco da Gama's fleet consisted of 3 small vessels called the San Rafael, the San Gabriel, and the San Miguel. Third question, which mountain range is mentioned as the Great Mountain? The Mount Delili is mentioned as the Great Mountain. The Mountain Delili, mountain Mountain, Delili Delielly. Okay, now fourth question, which city was named Capocat? The city of Calicut was named Capocat. The city of Calicut or Capard was named Capocat. Next question, who was Nicolas Coelho? Nicolas Coelho was the commander of the ship San Miguel, one of the 3 ships of the fleet of Vasco da Gama. Okay, I repeat the answer. Nicolas Coelho was the commander of the ship San Miguel, one of the 3 ships of the fleet of Vasco da Gama. Now we have paragraph questions. Describe the journey route of Vasco da Gama from Lisbon to Calicut. Okay, we can write a short introduction. All paragraph questions and essay questions you should include
an introduction about the author and the very chapter. So you can say that we this essay is from William Logan's Malabar Manual, and you can say that the chapter prescribed is titled Early History of Malabar, the Portuguese period. Now, the journey route of the Vasco da Gama. Vasco da Gama started his journey from Belém near Lisbon on 25th March 1497, and the fleet included three small vessels, the San Rafael, the San Gabriel, and the San Miguel, and they just travel almost for 5 months, and after 5 months journey they reached St. Helena Bay on 18th August 1497, and the weather was very bad. It was very difficult weather, and they just stopped for 1 or 2 months, and 8th December 1497 there was a great storm, and the crew rose in mutiny. Some of the members, some of the navigators, the sailors just revolted against the captains, and it was a very difficult time, but they continued the journey, and 25th December, Christmas Day, they saw the coast of Natal, and on 6th January 1498 the squadron entered river of Marais and stayed there 1 month, and meanwhile we understand that one of the ships had some damage. That was of course San Miguel. The crew of San Miguel was divided among the other vessels. That was of course San Rafael and San Gabriel, and they continued the journey, and they reached Melinda on 29th April, and they stayed Melinda for 3 months, and later they continued the journey, and 26th August 1498 they sighted the coast of Malabar, and they saw Mount Delile. That was of course the very coast of Malabar, Kerala, and they knew that they were at Kannur, that is of course Kannur, and they continued their journey southward, and they came to the city of Capt, that is Calicut. That is the answer to the first paragraph question. Now, the second question: illustrate Gama's meeting with the Zamorin of Calicut. Okay, the answer we have in pages 14 and 15 of the text. We see the meeting of Vasco da Gama with the Zamorin. Okay, so Vasco da Gama accordingly determined to visit Zamorin in person and demanded hostages for his safe conduct. By the Castilians' advice, the nephew of the king's justice was accepted as a sufficient hostage. Intrigues were rife, however, okay, all that detail. So the very anger and protest of the Persians, the Moors, and Vasco da Gama just went forward and met the Zamorin, and we have the very description of the team of Vasco da Gama and others. They are just very well dressed. They have a lot of presents for Zamorin, and Zamorin is also well dressed. All that meeting details and the very appearance of Zamorin we have here in page number 15. Okay, so before moving forward to the palace,
Vasco da Gama is sending a messenger in front of him with presents for Zamorin, and Vasco da Gama just went with 12 men with him. They were all dressed very well, and we have a very detailed description of the very dress of Vasco da Gama himself. Vasco da Gama was dressed in long cloak, and he had of course a long cloak coming down to his feet, tawny colored satin lined with smooth brocade, very spectacular appearance of Vasco da Gama. And thereafter we have the very description of Zamorin himself. Okay, Zamorin is just sitting in his chair beside the messenger of Vasco da Gama. He was a dark man, okay, half naked and clothed with white clothes. So all that we have in page number 15, all right. And at last end of the meeting, we can conclude that permission for trade was given to Vasco da Gama, and that permission was written in a palm leaf. So this is the very answer to the second question. Illustrate Gama's meeting with the Zamorin of Calicut. Now we have the essay questions. Answer the following questions in an essay. Discuss how the Portuguese established their trade with India. So this essay question can be answered with an introduction about William Logan, about the significance of Malabar Manual, and also you can just mention the very travel of Vasco da Gama and his team, their journey from Lisbon, all the difficulty, their meeting with Zamorin, their difficulties like the anger, jealous, and the conspiracy of the Mohammedans, the Persians, and at last, of course, meeting with Zamorin, getting permission, and he just constructed a factory on the shore after the permission, after the interview, and when he got the permission, okay, and slowly they just increased their trade with Zamorin, and thereafter, of course, they just became very powerful in India. All that. Evaluate Malabar Manual as a historical narrative. William Logan's Malabar Manual is a very important document in world history, especially Indian history, because William Logan has written in detail everything about the very Portuguese period in India, the very colonial period in India, which is beginning from 1500, AD 1500 to, of course, 1961. So William Logan just did a lot of studies, a lot of research about the very people of India, especially the people of Kerala, and in the 4 sections of Malabar Manual, that is in section 1 province, section 2 people, section 3 history, and section 4 land, William Logan speaks in detail about the very geography of Malabar, the flora and fauna, the inhabitants, the people, the very culture of the Kerala people, Malabar people, then their religion, their caste, their occupation, their lifestyle, their language, their literature, their economy, and of course we have the very chapter as such, right? So Malabar Manual is a great document on the very history of India, history of Kerala, history of Malabar, so also about the very migration of people in Kerala, people in Malabar. So Malabar Manual has great significance, and you can also just add all the information given here in the text about Vasco da Gama's successful meeting with
Zamorin, the king of Calicut. Okay, with that we come to the end of the discussion of this lesson from Malabar Manual by William Logan. Thank you all. Thank you very much for listening.